ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓഡിയോ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് ആണ്. അതായത് 0 വോൾട്ടിൽ ക്ലിപ്പ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ക്ലിപ്പറിന്റെ സർക്യൂട്ട് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സർക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനും അതേപോലെ രണ്ടാമത്തെ സെക്ഷൻ തിയറി സെക്ഷനുമാണ്. ഓക്കെ അല്ലേ? പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് കഴിയുന്നത്. പ്രാക്ടിക്കൽ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബ്രെഡ് ബോർഡിൽ എങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് CRO ഫംഗ്ഷൻ ജനറേറ്റർ എല്ലാം കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെ എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിൽ വരുന്നത്. ഈ പ്രാക്ടിക്കൽ സെക്ഷന്റെ റിസൾട്ട് വച്ചിട്ടായിരിക്കും നമ്മുടെ തിയറി സെക്ഷൻ തിയറി സെക്ഷൻ ബാക്കി മുന്നോട്ട് പോകുന്നത്. തിയറി സെക്ഷനിൽ ഈ ഒരു സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിന്റെ ഡീറ്റെയിൽ ആയിരിക്കും പറയുന്നത്. പ്രാക്ടിക്കൽ സെക്ഷൻ എടുക്കുന്ന കഴിഞ്ഞാലും തിയറി സെക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മൊത്തം AAU ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ഈ ഒരു നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ഡയോഡും ഒരു റെസിസ്റ്ററുമാണ്. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.3K റെസിസ്റ്ററും അതുപോലെ ഡയോഡിന്റെ വാല്യൂ IN 4007 അല്ല എന്നുണ്ടെങ്കിൽ IN 4001 ഡയോഡാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു റെസിസ്റ്റർ എടുത്ത് ഇതേപോലെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം റെസിസ്റ്ററിന്റെ ടെർമിനൽ 1ൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് ഈ ഒരു കോമൺ നെഗറ്റീവ് വന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്യാം. ഈ കോമൺ നെഗറ്റീവ് ഒക്കെ നമ്മൾ ഇടുന്നതാണ് കേട്ടോ ബ്രെഡ് ബോർഡിൽ. ഇത് കോമൺ ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അതിന്റെ ടോപ്പിൽ അതിന്റെ തന്നെ മുകളിലുള്ള ലൈന് മൊത്തം നെഗറ്റീവ് കോമൺ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞു. അതിനുശേഷം ഈ ഒരു ടെർമിനൽ 2 ഉണ്ടല്ലോ റെസിസ്റ്ററിന്റെ, ഈ ഒരു ടെർമിനൽ 2ലേക്ക് നമ്മുടെ ഈ ഒരു ടെർമിനൽ 2 കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈൻ കണ്ടല്ലോ. ഓക്കെ അല്ലേ? ഈ ഒരു ലൈനിൽ നമ്മുടെ ഡയോഡിന്റെ കാഥോഡ് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതേപോലെ. ഓക്കെ, അത് കണക്ട് ചെയ്തു. അതിനുശേഷം ഡയോഡിന്റെ ആനോഡിൽ നിന്നും ഔട്ട്പുട്ട്, അതായത് ആനോഡിൽ നിന്നും ഒരു കണക്ഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ഒരു കോമൺ നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു വയറിന്റെ കളർ ഒന്ന് മാറ്റാം, ബ്ലാക്ക് ആക്കി. ഓക്കെ, ഇപ്പൊ നമ്മുടെ നെഗറ്റീവ് ക്ലിപ്പർ 0 വോൾട്ടിൽ ക്ലിപ്പ് ചെയ്യുന്ന നെഗറ്റീവ് ക്ലിപ്പറിന്റെ സർക്യൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫംഗ്ഷൻ ജനറേറ്റർ എടുത്ത് നമുക്ക് ഇൻപുട്ട് ചെയ്യണം. കേട്ടല്ലോ, ഒരു സൈൻ വേവ്, ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്നും ഒരു സൈൻ വേവ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ ഇൻപുട്ട് ചെയ്യണം. അതിന് നമ്മൾ ഒരു ഫംഗ്ഷൻ ജനറേറ്റർ എടുക്കുക. അതിനുശേഷം ഫംഗ്ഷൻ ജനറേറ്ററിൽ രണ്ട് പ്രോബ് ഉണ്ടാവും, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. ഇത് നമ്മുടെ ലാബ് കേസിൽ ഒറ്റ പ്രോബില് 2 വയർ ആയിരിക്കും വരണം. ഒരു സ്ലീവ് ചെയ്ത ഒരു വയർ ആയിരിക്കും, അതിൽ 2 വയർ കാണും. അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വിചാരിച്ച് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇതിൽ ഈ ഒരു പോസിറ്റീവിൽ നിന്നും ഒരു ലൈന് കൊണ്ടുവന്ന് നമ്മൾ കോമൺ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ആ വയർ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഈ വയറിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം, റെഡ് ആക്കി. അതിനുശേഷം നെഗറ്റീവിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കുക, ഇതേപോലെ കൊണ്ട് കണക്ട് ചെയ്യാം. വയർ ഒന്ന് കറക്റ്റ് ചെയ്യാം, കളറും കൂടെ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം, ബ്ലാക്ക് ആക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ എന്തായി കഴിഞ്ഞു, നമ്മുടെ CRO നമ്മുടെ നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ടിൽ ഇൻപുട്ട് ചെയ്തു. CRO അല്ല, നമ്മുടെ ഫംഗ്ഷൻ ജനറേറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, CROയിൽ നിന്ന് ഔട്ട്പുട്ട് കാണണം. ആദ്യം നമ്മൾ ഏത് സിഗ്നൽ ആണോ കൊടുത്തതെന്നുള്ളത് നമുക്ക് കാണണം. ഓക്കെ അല്ലേ? അതായത് ആദ്യം നമ്മൾ കാണേണ്ട സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ആണ്. ഓക്കെ അല്ലേ? അതിന് നമ്മളൊരു CRO എടുത്ത് ഇതേപോലെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം CROയിൽ 2 ലൈനുകൾ ഉണ്ടാവും. അതായത് CROയിലും പോസിറ്റീവും നെഗറ്റീവും പോലെ ഓരോ കണക്ഷൻസ് ചെയ്യാൻ വേണ്ടി 2 ലൈൻ ഉണ്ടാവും, കണ്ടല്ലോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇതേപോലെ കണ്ട, പോസിറ്റീവ് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്. ഓക്കെ, അതിനുശേഷം ഒരു കോമൺ നെഗറ്റീവ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും ഒരു ഉണ്ടല്ലോ, ഈ ഒരു കോമൺ നെഗറ്റീവ് എന്ന് പറയുന്ന കണക്ഷനിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് നമ്മൾ എവിടെ കൊടുക്കണം, CROയിൽ കൊണ്ടു കൊടുക്കണം. വയറുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കോമൺ നെഗറ്റീവ് എന്ന് പറയുന്നിടത്തു നിന്നും ഒരു കണക്ഷൻ എടുത്ത് ഇതേപോലെ CROയിൽ കണക്ട് ചെയ്യാം. നമുക്ക് ആ വയറിന്റെ കളർ ഒന്ന് മാറ്റാം, റെഡ് ആക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. അതിനുശേഷം ഇനി ഒരു CRO കൂടെ വേണം. ഓക്കെ അല്ലേ?
ഈ ഒരു CR എന്തിനാണെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് ഈ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കാണാൻ. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഇൻപുട്ട് കാണാനുള്ള CR ആണ്. ഓക്കെ അല്ലേ? ഈ CR ഇൻപുട്ട് കാണാനും മുകളിലിരിക്കുന്ന CR ഔട്ട്പുട്ട് കാണാനുമാണ്. ഓക്കെ അല്ലേ? ആ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി നമുക്ക് ഈ ഒരു റെസിസ്റ്ററിന്റെ ടെർമിനൽ 2ഉം അതേപോലെ ഡയോഡിന്റെ കാഥോഡും വന്ന് കയറി ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു കണക്ഷൻ എടുക്കുക. കണക്ഷൻ എടുത്തതിന് ശേഷം കണക്ഷൻ കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഔട്ട്പുട്ട് എടുത്ത് കണക്ഷൻ എടുത്തതിന് ശേഷം ഇതേപോലെ CRയുടെ പോസിറ്റീവിൽ കൊണ്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ കോമൺ നെഗറ്റീവിൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് CRയുടെ നെഗറ്റീവ് പോർഷനിൽ കൊടുക്കുക. എന്നിട്ട് ആ വയേഴ്സ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കളർ ഒന്ന് മാറ്റാം വയറിന്റെ. അത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മുടെ CR എല്ലാം കണക്ട് ചെയ്തിരിക്കുകയാണ്. സർക്യൂട്ട് കംപ്ലീറ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് ഇപ്പൊ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. കാര്യം എന്താണ്? നമ്മൾ ഒരു വാല്യൂ പോലും സെറ്റ് ചെയ്തിട്ടില്ല ഒരിടത്തും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോ ലാബ് കേസിൽ ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ CROയിൽ ഫംഗ്ഷൻ ജനറേറ്ററിലൊക്കെ വാല്യൂസ് കറക്റ്റ് ചെയ്യണം. CROയിൽ ഇപ്പൊ ഞാൻ 1 kHz ആണ് കൊടുത്തേക്കുന്നത്. ഒരു 5 വോൾട്ട് ആംപ്ലിറ്റ്യൂഡ് 5 വോൾട്ട് കൊടുത്തു. DC ഓഫ്സെറ്റ് 0 ആക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ക്വയർ വേവ് അല്ല നമുക്ക് വേണ്ടത് സൈൻ വേവ് ആണ്. ഓക്കെ അല്ലേ? സൈൻ വേവ് ആക്കുക. അത് കഴിഞ്ഞു. ഇനി CROയിലും കുറച്ച് വാല്യൂ സെറ്റ് ചെയ്യണം. ഒരു 0.5 വെച്ചാൽ മതി. മുകളിൽ താഴെയും 0.5. ഇത് സ്റ്റിമുലേഷൻ സോഫ്റ്റ്വെയറിന്റെ സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് വരുന്നത്. ഇതേപോലെ തന്നെ CROയിലും മാറ്റങ്ങൾ വരുത്താനുണ്ട് നിങ്ങളുടെ ലാബ് കേസിൽ. അതിനനുസരിച്ച് CROയിൽ മാറ്റം വരുത്തിയാലും നമുക്ക് റിസൾട്ട് കറക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അത് നമ്മളിപ്പോൾ നോക്കിയാണ്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ 0 വോൾട്ടില് ക്ലിപ്പ് ചെയ്യുന്ന നെഗറ്റീവ് ക്ലിപ്പറിന്റെ സർക്യൂട്ട്. ഓക്കെ അല്ലേ? നെഗറ്റീവ് പോർഷൻ മൊത്തം നമുക്ക് ക്ലിപ്പ് ചെയ്ത് പോയിരിക്കുകയാണ്. നമുക്ക് വെറും പോസിറ്റീവ് സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഈ ഒരു സർക്യൂട്ടിന് ഇപ്പം കംപ്ലീറ്റ്ലി ഔട്ട്പുട്ട് ഉണ്ട്. നിങ്ങൾ തന്നെ കണ്ടു. ഈ ഒരു താഴത്തെ CROയിൽ കാണുന്നത് നമ്മൾ ഏത് വേവ് ഫോം ആണോ ഇൻപുട്ട് ചെയ്തതെന്നും മുകളിലത്തതിൽ ഈ ഒരു സർക്യൂട്ടിൽ കയറിയതിന് ശേഷം ഉണ്ടായാൽ മാറ്റം, സിഗ്നലിനുണ്ടായ മാറ്റവുമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ അല്ലേ? Here's a more detailed explanation of the working of a negative clipper circuit that clips at 0 volt. Circuit components. Diode, typically a silicon diode. Resistor, to limit current flow. Circuit operation. When the input voltage is positive, the diode is reverse biased, meaning it does not conduct current. In this state, the diode behaves as an open circuit, allowing the positive portion of the input waveform to pass through to the output without any modification. However, when the input voltage goes negative, the diode becomes forward biased and conducts current. In this forward biased state, the diode effectively acts as a short circuit. When the diode is forward biased, it connects the input signal to the reference voltage, ground, which in this case is 0 volt. As a result, any part of the input waveform that goes below 0 volt is clipped or limited to 0 volt by the forward biased diode. The resistor is connected in parallel with the diode, and its purpose is to limit the current flow through the diode, preventing excessive current from damaging the diode or the circuit. Clipping action. When the input voltage goes below 0 V, the diode conducts and short circuits the input to 0 volt. This action clips the negative portion of the waveform to 0 volt, effectively removing it from the output. The positive portion of the input waveform, being greater than 0 volt, remains unaffected and passes through the diode to the output without any modification. Therefore, the output waveform of the negative clipper circuit is a clipped version of the input waveform, with the positive portion intact and the negative portion limited to 0 volt. Threshold voltage. The threshold voltage of the diode is an important consideration in the design of the negative clipper circuit. The diode's threshold voltage should be low enough so that it becomes forward biased and conducts when the input voltage goes below 0 V. By selecting a diode with an appropriate threshold voltage, the clipping level of the negative clipper circuit can be set precisely to 0 volt.
In summary, a negative clipper circuit that clips at 0 volt utilizes a diode and a resistor to limit the negative portion of the input waveform to 0 volt. The diode allows the positive portion of the waveform to pass through unaffected, while the resistor limits the current flowing through the diode. When the input voltage goes below 0 volt, the diode becomes forward biased and shorts the input to 0 volt, effectively clipping the negative portion of the waveform. The result is an output waveform with the positive portion unchanged and the negative portion limited to 0 volt. Hope you all liked this video of ours. If you like, then subscribe to this channel and share this video with the maximum number of people. Thank you.